ആ പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാമെന്ന്. നമ്മുടെ തോട്ടത്ത് പണിക്ക് വരുന്ന ലക്ഷ്മിയച്ചില്ലേ, അവർക്ക് നല്ല പനി. പനിച്ച് വീട്ടിൽ കിടക്കുക, ആരും നോക്കാനില്ല. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിട്ടെ അവർക്കൊന്ന് കൊണ്ടേ കൊടുക്കണം കേട്ടോ. ഞാനോ? അവര് നമ്മുടെ പറമ്പില് ജോലിക്ക് നിൽക്കണ സാധാരണ ഒരു സ്ത്രീയല്ലേ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ? അതെന്താ നിനക്ക് ഉണ്ടാക്കി കൊടുത്താല്? അവരെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അധികമൊന്നും വേണ്ട, കുറച്ച് കഞ്ഞി, ഉപ്പേരി, പിന്നെ ചമ്മന്തി, പപ്പടം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ടേ നീ അത് ഉണ്ടാക്കിയിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. ഉണ്ടാക്കുന്നതും പോലെ അവര് വീട്ടിലും കൊണ്ടുപോയി കൊടുക്കണോ? എനിക്ക് വഴിയൊന്നും അറിയില്ല അവരെ വീട്ടിലേക്ക് പോവാൻ. അതിനിപ്പോ എന്താ, അമ്മയ്ക്ക് വഴിയൊക്കെ അറിയാം, നീ അമ്മയോട് ചോദിച്ചാൽ മതി, അമ്മ പറഞ്ഞുതരും. എന്നാ പിന്നെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തൂടെ? അമ്മയ്ക്ക് കാലുവേനല്ലേ, കാലുവേന വെച്ചിട്ട് അമ്മ അത്രയും ദൂരം പോയിട്ട് വരാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ രാവിലെ തന്നെ മില്ല് പോകണം, ഞാൻ പോയാൽ വൈകുന്നേരം വരണം, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കായിരുന്നു. ഇങ്ങനെയൊക്കെയല്ലേ നാട്ടുകാരൊക്കെ പരിചയപ്പെടാ. പോയിട്ട് വാ, ഞാൻ പോട്ടെന്നല്ലേ. ഓ, എന്തൊരവസ്ഥയാ നോക്കണേ. വന്ന് വന്ന് വീട്ടിൽ പണിയെടുക്കുന്ന പെണ്ണുങ്ങൾക്ക് വരെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അതും ഉണ്ടാക്കിയിട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. എന്തൊരു ഗതികേടാ അത്. കുറച്ച് നന്നാകാന്ന് വിചാരിച്ചാൽ അവരെന്നെ സമ്മതിക്കും തോന്നുന്നില്ല. ഈ മുഖം മൂടി എനിക്ക് എത്ര കാലം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ എന്തോ. അമ്മേ, എന്തെങ്കിലും പണിയില്ല? ഞാൻ ഈ അടുക്കളയൊന്നും വൃത്തിയാക്കിട്ട് അവന്റെ കേറിയതാ. ഞാൻ അലമ്പായി കിടക്കുന്നു. എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയുന്നില്ല. മോളൊന്ന് വാ, മോള് കേറ്. ഇല്ല, ഞാൻ കേറുന്നില്ല. ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്താ മോളെ? അത് ഏട്ടൻ പറഞ്ഞു, ഏതൊരു ലക്ഷ്മി ചേച്ചിയുടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് തീരെ വയ്യ, അതുകൊണ്ട് ഭക്ഷണം അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന്. അമ്മ ഉണ്ടാക്കി തന്നാ മതി, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അവള് 2-3 ദിവസമായി ഇപ്പൊ പണിക്ക് വരാണ്ട്. ആരുമില്ല, ഒറ്റയ്ക്കാ താമസിക്കുന്നത്. ഒരു പാവം. ഇന്നലെ ഞാൻ കാണാൻ പോയി, അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അവള് കുറച്ച് കഞ്ഞിയും എന്തെങ്കിലും വേണ്ടത് കുറച്ച് ഉണ്ടാക്കി കൊണ്ടുപോകണം മോളെ. എന്നാ അമ്മ ഉണ്ടാക്കി തന്നാ മതി, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അതവൻ പറഞ്ഞില്ല. എന്നെയും പോകാൻ പറ്റുന്നുണ്ട് മില്ലിലേക്ക്. അവിടെ എന്തെല്ലാം കുറച്ച് തിരക്കുണ്ട് അത്ര. അപ്പൊ എനിക്കും കുറച്ച് പണിയുണ്ട് അവിടെ. എന്തൊക്കെയാ വെച്ചാൽ വേണ്ടത് ഉണ്ടാക്കിയിട്ട് മോൾ അവൾക്ക് കൊണ്ട് കൊടു. നമ്മുടെ സ്കൂളിന്റെ അടുത്ത് തന്നെയാണ് വീട്. പിന്നെ ഉണക്ക മീനോട് വെച്ചിട്ടുണ്ട്, അത് പൊരിച്ചു കൊടുക്കണേ. അതവൾക്ക് വലിയ ഇഷ്ടമാണ്. ഈ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇവിടെ വെള്ളം തിളപ്പിച്ച മോളെ. ബാക്കിയുള്ള സാധനങ്ങൾ സ്റ്റവിൽ വെച്ചോ. അന്ന് അമ്മ ഇറങ്ങട്ടെ. അയ്യോ, എന്താ അടുക്കള കിടക്കണ കോലം. ഇവിടെ വൃത്തിയാക്കിയിട്ട് വേണം അത്ര അവിടെ പണിയെടുക്കാൻ. അടുപ്പ് കത്തിച്ചിട്ട് വേണം തുടങ്ങാൻ.